തന്റെ പ്രേരണപ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തയ്യാറായത് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ശശി തരൂർ. അദ്ദേഹം നയിക്കുന്ന ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ പ്രതിനിധി സംഘം US സന്ദർശിക്കുന്നതിന് തൊട്ടുമുൻപാണ് പരാമർശം. ബ്രസീൽ സന്ദർശനത്തിനിടയിലാണ് വെടിനിർത്തൽ ധാരണയിൽ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല എന്ന് തരൂർ ആവർത്തിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. ആ ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും വെടിനിർത്തലിന് ആരുടെയും പ്രേരണ ആവശ്യമില്ലെന്നും തരൂർ പറഞ്ഞു. പാകിസ്ഥാൻ വെടിനിർത്താൻ തയ്യാറായാൽ ഇന്ത്യയും നിർത്തും എന്നും നേരത്തെ അറിയിച്ചിരുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഒരിക്കലും സംഘർഷം വഷളാകാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ പാകിസ്ഥാന്റെ പ്രവൃത്തി കാരണം പ്രതികരിക്കേണ്ടി വന്നു. മെയ് 7 മുതൽ തന്നെ ഇന്ത്യ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, സംഘർഷം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിലെ ആദ്യ ആക്രമണമല്ല. ഇതെല്ലാം തീവ്രവാദികൾക്കെതിരായ തിരിച്ചടി മാത്രമാണ്. പാകിസ്ഥാൻ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കുമായിരുന്നില്ലെന്നും തരൂർ പറഞ്ഞു. അമേരിക്കൻ ഇടപെടലിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്ക് മറുപടിയായാണ് തരൂരിന്റെ പരാമർശം. ഈ വാർത്ത ലോകത്തെ ആദ്യം അറിയിച്ചതും ട്രംപാണ്. പിന്നീട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പത്രസമ്മേളനത്തിൽ ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു. ട്രംപിന്റെ അവകാശവാദം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. മൂന്നാം കക്ഷി ഇടപെട്ടു എന്നത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിക്കുന്നതിന് കാരണമായി. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു.